ആദ്യ ലോകകപ്പ് വിജയം സ്വന്തമാക്കിയതിന്റെ ആവേശത്തിലാണ് മഞ്ചേരി കിഴക്കേത്തലയിലെ ബ്രസീൽ ആരാധകർ. എങ്ങനെ ഉണ്ടായിരുന്നു കളി? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കളിയാണ്. ഇനി എന്തെങ്കിലും സംശയം? ഇതാണ് ബ്രസീൽ താണ്ഡവം. ഇതാണ് ഇനി കാണാൻ പോകുന്നത്. അതിലും വലിയ താണ്ഡവ. ഫസ്റ്റ് ഹാഫിൽ 3 അടിച്ചു, സെക്കൻഡ് ഹാഫിൽ ഒന്നും അടിച്ചിട്ടില്ല. അതിന് വേറെ ഒന്നുണ്ട്, അവർക്ക് അടിക്കണ്ടെന്ന് തോന്നിയിട്ടാണ്. 3 അടിച്ചോ, പിന്നെ അവർക്ക് അടിച്ചാവാ. പാവപ്പെട്ട ടീമല്ലേ, അവർ കരയെന്ന് എഴുതിയിട്ട് അവരടിക്കാൻ കഴിയും. ഗ്രൗണ്ടിൽ നിന്ന് കണ്ണീര് കണ്ടിട്ട് ബ്രസീൽ ഇതുവരെ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിച്ചിട്ട് അവർ വിടുള്ളൂ. അല്ലാതെ ഇവരമാർക്ക് ഒരു മെസ്സിനെ കണ്ടിട്ടല്ല ഇവർ നിൽക്കണേ. മെസ്സി വിരമിക്കട്ടെ, എന്നിട്ട് അവർ പറയട്ടെ. ഇനി ആ കൂടെ വേറെ ഒരുത്തന്നെ ഇറങ്ങുന്നു. നെയ്മർ എന്ന് പറയും. എന്തിനാ ഇവർ നെയ്മറെ ഭയപ്പെടുന്നു? അതാണ് ഇവരോട് ചോദിക്കാനുള്ളത്. നെയ്മർ എന്ന് പറയുമ്പോൾ ഇവർക്ക് പറയണം. ഇവർ പറയുന്നത് ഹെയ്റ്റി ഒരു ചെറിയ ടീമാണ്, ചെറിയ ടീമിനോടാ ഹെയ്റ്റി പട്ടോളത്തിലെ ടീമൊന്നല്ലല്ലോ, തുറക്ക കളിക്കുന്ന ടീമൊന്നല്ലല്ലോ. അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർ നല്ല കളിക്കാർ തന്നെയാണ്. മൊറാക്ക നല്ല ടീമാണ്. മൊറാക്കാര് ജയിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അടുത്തത് അവര് ഞങ്ങൾ തോൽപ്പിക്കും. സ്കോട്ട്ലൻഡിനെ. ബ്രസീൽ ആരെ തോൽപ്പിക്കാത്തത്? എല്ലാ കളിനും ബ്രസീൽ തോൽപ്പിച്ചേക്കണ് ഇല്ലേ? കപ്പടിക്കും. 6ാം കിരീടം 5 വട്ടം അടിച്ചിട്ടില്ലേ? 5 വട്ടം ബ്രസീൽ ഉഷാറാണ്, സംതൃപ്തരാണ്. കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ടോ? ഇനി എന്ത്? അത് സുൽത്താൻ ഇറങ്ങുമ്പോ കളി മാറും. സുൽത്താൻ എന്ന് പറയുമ്പോ എന്ത്? അവൻ ഉയർന്നേറ്റ് നിന്നില്ലേ? അവൻ ഇറങ്ങും. നെയ്മറിന്റെ ഒരു അഭാവം ഉണ്ടോ? കളി കണ്ട്? കളി കുഴപ്പമില്ല, കളി ഉഷാറാണ്. കളി കുഴപ്പമൊന്നുമില്ല, ഒന്നുപാട് ഉഷാറായി വരാണ്ട്. അടുത്ത റൗണ്ടിൽ റെഡിയാവുമെന്ന് കരുതണം. പിന്നെ നെയ്മർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. അപ്പം ഇനി അടുത്ത റൗണ്ടിൽ ഓൻ ഇറങ്ങുമ്പോൾ ഒന്നുപാട് ഉഷാറായി വരാണ്ട് കളി. വിനീഷ്യസ് ഒക്കെ നന്നായി കളിക്കുന്നുണ്ട്. വിനീഷ്യസ് നല്ല, റാഫിന്ന കുഴപ്പമില്ല, പിന്നെ എൻട്രിക്ക് ഉണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയ പോരായ്മകളുണ്ട്, ഒന്നുപാട് ഉഷാറായി വരും എന്ന് കരുതണേ. അർജന്റീനക്കാരാ കളി അങ്ങനെയുണ്ട്, ഒരു ഗുമ്മില്ല. വേൾഡ് കപ്പ് പിടിച്ചേക്കണ നോക്കാം. 2026 അതേപോലെ ഉണ്ടാവും, ഇതേപോലെ കപ്പടിക്കും. ബ്രസീൽ ആദ്യം എപ്പോഴാണ് കപ്പടിച്ചേ? 2002. ഇനി അവിടുന്ന് അങ്ങോട്ട് കടക്കൂല, അവിടെ കടക്കും. മെച്ചപ്പെട്ട കളിയല്ല. നെയ്മറിനെ മെഡിക്കൽ കോളേജ് കാട്ടാൻ പറയണം, അതാ നല്ലത്. നിങ്ങൾ എത്ര ഗോൾ അടിച്ചാലാണ്, ഹെയ്റ്റിക്കെതിരെ എത്ര അടിച്ചാലാണ് ബ്രസീൽ നല്ല ടീമാ സമ്മതിക്കുക? ഇതൊരു പൊട്ട ടീമാണ്, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങള് അർജന്റീന അൾജേറിയനെ പൊളിച്ചു, അതെങ്കിലും നല്ല ടീമാണ്ടല്ലോ. ഞങ്ങള് 3-0 ജയിച്ചു. ബ്രസീൽ ഏതോ പൊട്ട ടീമിനെ 5 ജയിച്ചു. നെയ്മർ വന്നാല് കളി മെച്ചപ്പെടുത്തുന്ന ഇവരൊക്കെ പറയുന്നത്. കാര്യമില്ല, നെയ്മറോട് മെഡിക്കൽ കോളേജ് പോവാം. കളിച്ച പിന്നെ ഒരു ഉരുളുണ്ടാണ്ട് വീൽ ചെയറിൽ പോയി നടക്കും, അത്രേ ഉള്ളേ. എല്ലാ ദിവസം കളി കാണാൻ വരലുണ്ടോ? മിക്ക ദിവസം വരലുണ്ട്. വെട്ടാനായിട്ട് നിക്കണേ എല്ലാരും നെയ്മറിനെ. ബ്രസീലുകാർ കുറവാണ്. അർജന്റീന ഇതിനെ കട്ടൗട്ട് അടിച്ച് വെച്ചാണ്ടില്ലേ? ബ്രസീലോടെ വെച്ചിന്. ബ്രസീൽ അതേ വെച്ചിട്ടുള്ളൂ. എന്തായാലും ചെറിയ കുട്ടികളൊക്കെ അർജന്റീനയുടെ ആരാധകരാണ്. അവര് ഹെയ്റ്റി ബ്രസീൽ മത്സരത്തിൽ ഹെയ്റ്റിയോടുള്ള ബ്രസീലിന്റെ പ്രകടനം വളരെ മോശമാണ് എന്നൊരു അഭിപ്രായം പങ്കുവെക്കുന്നു. പക്ഷേ ബ്രസീൽ ആദ്യ വിജയം നേടിയതിലുള്ള സന്തോഷം ഈ മഞ്ചേരി കിഴക്കേത്തലയിലെ ബ്രസീൽ ആരാധകരും പങ്കുവെക്കുന്നുണ്ട്. നെയ്മർ ഉൾപ്പെടെയുള്ള ആളുകൾ ടീമിന്റെ ഭാഗമാകുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട കളികളുമായി ബ്രസീൽ ലോകം കീഴടക്കുമെന്ന് തന്നെയാണ് ബ്രസീൽ ആരാധകരുടെ പ്രതീക്ഷ. അവർ ആ രീതിയിൽ തന്നെയാണ് അവരുടെ സന്തോഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.